സുമതി വളവ് സിനിമാ വിവാദത്തിൽ സൈബർ സെല്ലിനെ സമീപിച്ച സംവിധായകൻ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും. നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണത്തിന് പിന്നാലെ വൻ സൈബർ ആക്രമണം നടക്കുന്നുവെന്നാണ് പരാതി. അതിനിടെ ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ രാജിസന്നദ്ധത അറിയിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിച്ച് പിന്നീട് രാജി പിൻവലിച്ചു. തങ്ങൾക്കെതിരെ വൻ സൈബർ ആക്രമണം നടക്കുന്നുവെന്നാണ് സുമതി വളവ് സിനിമയുടെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംവിധായകൻ വിഷ്ണു ശശിശങ്കറും ആരോപിക്കുന്നത്. നിരന്തര ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നും വിഷയത്തിൽ അന്വേഷണം വേണമെന്നുമാണ് സൈബർ സെല്ലിന് നൽകിയ പരാതിയിൽ പറയുന്നത്. വിഷയത്തിൽ സിനിമാ സംഘടനകൾക്ക് ഇതുവരെ രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ല. എന്നാൽ നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ പരാമർശത്തിന് പിന്നാലെ പിന്തുണയും വിമർശനവും ഉയരുന്നുണ്ട്. ഇന്നു ചേർന്ന ഫെഫ്ക എക്സിക്യൂട്ടീവും വിഷയം ചർച്ച ചെയ്തു. സിനിമയുടെ കണക്കുകൾ പരിശോധിച്ചെന്നും നിർമ്മാതാക്കൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എത്തുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഉണ്ണി മുകുന്ദനാണ് സിനിമ സംവിധാനം ചെയ്തത് എന്ന മുരളിയുടെ പരാമർശത്തെ ജനറൽ സെക്രട്ടറി വിമർശിച്ചു. സംവിധായകരുടെ റോളിൽ ഗോസ്റ്റ് ഡയറക്ടറാകാൻ ആരും വരേണ്ട എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താൽ മതി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നടനും മലയാളത്തിൽ ഗോസ്റ്റ് ഡയറക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അതിനിടെ നാടകീയ സംഭവങ്ങൾക്കും ഫെഫ്ക എക്സിക്യൂട്ടീവ് വേദിയായി. 2008 മുതൽ ജനറൽ സെക്രട്ടറിയായിരിക്കുന്ന ബി ഉണ്ണികൃഷ്ണനും പ്രസിഡന്റ് സിബി മലയിലും രാജി പ്രഖ്യാപിച്ചു. സംഘടനാ തലത്തിൽ പ്രവർത്തനം പൂർത്തിയായെന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്കായി മാറുകയാണെന്നുമാണ് ഇരുവരും പറഞ്ഞത്. എന്നാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ആവശ്യം സംഘടനാ തീരുമാനമായി അംഗീകരിച്ച് രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെന്ന് പിന്നീട് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തുടരണമെന്നും പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ സിബി മലയിൽ തുടരണമെന്നുമാണ് സംഘടനയുടെ ജനറൽ കൌൺസിൽ കണ്ടത്. ഞാൻ അവരോട് പറഞ്ഞത്, പഴയ രീതിയിലുള്ള പ്രവർത്തനം എന്റെ കയ്യിൽ നിന്ന് വന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്നോട് ചൂണ്ടിക്കാണിക്കണം. അപ്പം നമുക്ക് തിരുത്തലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അവര് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞെങ്കിലും അവരുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഇത് തുടരണമെന്നാണ്. ഫെഫ്കയുടെ ജനറൽ ബോഡി യോഗം ചേരാനിരിക്കെയാണ് പുതിയ നേതൃത്വത്തിന് വഴിമാറുകയാണെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. നേരത്തെ പലതവണ ബി ഉണ്ണികൃഷ്ണൻ ഇതേ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.